എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ സിൽക്ക് റോഡ് എന്ന് പറയുന്ന ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാം. സിൽക്ക് റോഡ് എന്ന പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൗതുകമൊക്കെ തോന്നിയേക്കാം, എന്താണ് സംഭവം പറയുന്നതിനെക്കുറിച്ച്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയം തുടങ്ങാം. സിൽക്ക് റോഡ്. ആദ്യം ഒരു ചെറിയ കഥ പറഞ്ഞ് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. സമയം ഒക്ടോബർ 2013, ഒരു വൈകുന്നേരം. സാൻ ഫ്രാൻസിസ്കോയിലെ ഗ്ലെൻ പാർക്ക് എന്ന ലൈബ്രറി ഒരു വൈകുന്നേരം 4 മണി സമയത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ, സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഒരു ബാഗുമായിട്ട് കടന്നു വരികയാണ്. ഈ ലൈബ്രറിയിൽ അങ്ങിങ്ങായി കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. തനിക്ക് സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് ഈ ചെറുപ്പക്കാരൻ പോയിരിക്കുന്നു, ഒരു മൂലയ്ക്ക് പോയിരിക്കുന്നു. എന്നിട്ട് തൻ്റെ ബാഗിൽ നിന്നൊരു ലാപ്ടോപ്പ് തുറന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആരംഭിക്കുന്നു. അപ്പോൾ പെട്ടെന്നാണ് തൻ്റെ സ്ക്രീനിലേക്ക് ഒരു മെസ്സേജ് വന്നത്. ഹലോ ഡ്രെഡ്, ഈ പോസ്റ്റ് നിങ്ങൾ വായിച്ചിരുന്നു, ഒന്ന് ചെക്ക് ചെയ്യാമോ? അപ്പോൾ തൻ്റെ കമ്പനിയെക്കുറിച്ചുള്ള എന്തോ ചോദ്യങ്ങളായിരിക്കാം എന്നുള്ള ധാരണയിൽ ആ മെസ്സേജ് ക്ലിക്ക് ചെയ്യുകയും തൻ്റെ കമ്പനിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിനെക്കുറിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ ചെറുപ്പക്കാരൻ്റെ സ്ക്രീനിൻ്റെ പുറകിൽ ഒരു ചെറിയ നിഴൽ മാറുന്നത് അദ്ദേഹം പെട്ടെന്ന് ശ്രദ്ധിച്ചു. പെട്ടെന്നായിരുന്നു ബാക്കി കാര്യങ്ങളെല്ലാം സംഭവിച്ചത്. ഒരു 2-3 സെക്കൻഡിനകത്ത് അടുത്ത് നടന്ന എന്താണെന്ന് ചോദിച്ചാൽ, പെട്ടെന്നൊരാൾ ചാടി വീണ് ഈ ചെറുപ്പക്കാരൻ്റെ കയ്യിലിരുന്ന ലാപ്ടോപ്പ് തട്ടിപ്പറിക്കുകയും, അതായത് അദ്ദേഹത്തിനൊന്ന് ലോക്ക് ചെയ്യാനോ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതിന് മുമ്പ് ഈ ലാപ്ടോപ്പ് തട്ടിപ്പറിക്കുകയും മറ്റ് 2-3 ചാടി വീണ് ഇദ്ദേഹത്തിനെ വിലങ്ങണിക്കുകയും ചെയ്യുന്നതാണ് ആ ലൈബ്രറിയിൽ അന്ന് വൈകുന്നേരം കൂടിയിരുന്ന മറ്റാൾക്കാർ സാക്ഷ്യം വഹിച്ചത്. എന്തായിരുന്നു അവിടെ നടന്നത്? ആരായിരുന്നു ഈ ചെറുപ്പക്കാരൻ? അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരനെ ചാറ്റിൽ അഡ്രസ്സ് ചെയ്തതുപോലെ ആരായിരുന്നു ഈ ഡ്രെഡ് പൈറേറ്റ് റോബർട്ട്സ് അഥവാ റോസ് ഉൾബ്രിക്സ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം അമേരിക്കക്കാരനായ, എനിക്ക് തോന്നുന്നു റഷ്യൻ ഒറിജിനൊക്കെ ഉള്ള ഒരു 30 വയസ്സിനടുത്ത് വരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? ആരായിരുന്നു യഥാർത്ഥത്തിൽ ഇദ്ദേഹം? അപ്പോൾ ഇത്രയും സംഭവങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം, അത് കുറച്ച് പോലീസ് ഓഫീസറോ FBI ഏജൻസോ അത്തരത്തിലുള്ള ആരെങ്കിലും ആയിരിക്കാം അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. ഈ ഡ്രെഡിൻ്റെ പ്രത്യേകത, ഡ്രെഡ് ഒരു ടെക്കിയായിരുന്നു. അദ്ദേഹം ആ സമയം കൊണ്ട് കഴിഞ്ഞ 2 വർഷങ്ങളായി 2011 മുതൽ 2013 വരെ ഡാർക്ക് വെബിലെ ഒരു ആമസോൺ എന്നുള്ള നിലയിൽ അത്ര വലിയ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത് അത് മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഈ മനുഷ്യൻ. അപ്പോൾ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഓർമ്മ വന്നേക്കാം, അടുത്ത ഒരു 2-3 മാസം മുമ്പ് നമ്മുടെ മൂവാറ്റുപുഴയ്ക്കടുത്ത് ഇതുപോലൊരു ചെറുപ്പക്കാരൻ, IT പ്രൊഫഷണൽ, ഇതുപോലെ ഡാർക്ക് വെബിലെ വലിയൊരു ലോകം അല്ലെങ്കിൽ ഒരു കള്ളക്കടത്തിൻ്റെ ലോകം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, അതിനെ കൊണ്ടുപോയതിന് പോലീസിൻ്റെ അറസ്റ്റിൽപ്പെട്ടത്. ഇത്തരത്തിൽ അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ഒരു വഴികാട്ടിയായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കിരീടം വെക്കാത്ത രാജാവായിരുന്നു ഇപ്പം അറസ്റ്റിലായ ഡ്രെഡ്. ഈ ഡ്രെഡ് നടത്തിക്കൊണ്ടുവരുന്ന സിൽക്ക് റോഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് എന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് പോലെ ഡാർക്ക് വെബ് എന്ന ഇൻ്റർനെറ്റിൻ്റെ ലോകത്തിലുള്ള 8,000 കോടി രൂപയോളം മൂല്യമുള്ള ഒരു കമ്പനിയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ആമസോണിനെ കമ്പയർ ചെയ്യുമ്പോൾ സിൽക്ക് റോഡിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിൽ എന്ത് ആഗ്രഹിച്ചാലും, ഒരു പക്ഷേ അതൊരു ആയുധമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വാടക കൊലയാളിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിവരങ്ങൾ മോഷ്ടിക്കാനുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തുമാവട്ടെ, നിങ്ങൾക്ക് പുറത്ത് ഒരു സാമൂഹ്യ രാഷ്ട്രീയ അത്തരത്തിലുള്ള ഒരു നല്ല ഒരു രാജ്യത്ത് വാങ്ങാൻ കഴിയാത്തത് എന്തും ഇവിടെ വാങ്ങാൻ കഴിയുമായിരുന്നു. അത്രയ്ക്ക് വലിയ ബിസിനസ് നടത്തിക്കൊണ്ട് വന്നിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു സിൽക്ക് റോഡ്. അങ്ങനെ 2013 ഒക്ടോബർ 1-ാം തീയതി സിൽക്ക് റോഡിൻ്റെ സ്ഥാപകനെ FBI വളരെ നാളുകൾക്ക് ശേഷം കണ്ടുപിടിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ആ സൈറ്റ് പൂട്ടുകയും ചെയ്യുന്നതാണ് രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ എന്താണ് ഡാർക്ക് വെബ്, എന്താണ് ഇതിലുള്ള പ്രത്യേകത എന്നൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. ഡാർക്ക് വെബ് ശരിക്കും നമ്മൾ പത്രങ്ങളൊക്കെ ആഘോഷിക്കുന്നത് പോലെ ഒരു വലിയൊരു കൊള്ള സങ്കേതം, അല്ലെങ്കിൽ ഇരുണ്ട ലോകമൊക്കെയാണ്. എന്താണ് ഡാർക്ക് വെബ്? ശരിക്കും നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇൻ്റർനെറ്റ് എന്നതിനെക്കുറിച്ചൊന്നൊരു പ്രാഥമികമായിട്ടൊന്ന് മനസ്സിലാക്കണം. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി പറയുകയാണെങ്കിൽ 2 കമ്പ്യൂട്ടറുകൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനെ ഒരു നെറ്റ്വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരത്തിലുള്ള അനേകം കമ്പ്യൂട്ടറുകളിൽ
പരസ്പരം ബന്ധിപ്പിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നതിൻ്റെ വലിയൊരു ശൃംഖലയാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, കമ്പ്യൂട്ടറുകളുടെ ഒരു ശൃംഖല, അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കഴിയുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ കമ്പ്യൂട്ടറുമായിട്ട് സംസാരിക്കാം, ഏത് പരിധി വരെയുള്ള വിവരങ്ങൾ ചോദിക്കാം എന്നതിനുള്ള നിയന്ത്രണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കമ്പ്യൂട്ടറിനെ ആ നെറ്റ്വർക്കിനെ 3 തട്ടായിട്ട് നമുക്ക് വേണേൽ തിരിക്കാം. അത് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു ചിത്രം എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞുമലയുടെ ചിത്രമാണ്. നമ്മുടെ ഒരു ടൈറ്റാനിക്കൊക്കെ ഇടിച്ച് അപകടത്തിൽപ്പെട്ട മഞ്ഞുമലയിൽ, ആ ഒരു മഞ്ഞുമലയുടെ ഒരു കടലിൽ മുങ്ങിക്കിടക്കുന്ന ഭീമാകാരനായ ഒരു മഞ്ഞുമലയുടെ ചിത്രം. അതിൽ കടലിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ ചെറിയൊരു ടിപ്പ് മാത്രമായിരിക്കും. ആ ടിപ്പ് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ആ മഞ്ഞുമലയുടെ യഥാർത്ഥ വലിപ്പം കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് അസസ് ചെയ്യാൻ കഴിയില്ല. അതിന് നിങ്ങൾ ആ വെള്ളത്തിനടിയിലേക്ക് നോക്കേണ്ടി വരും. അപ്പോൾ ഈ മഞ്ഞുമലയുടെ മുകളിലുള്ള ടിപ്പിനെയാണ് നമ്മൾ സർഫസ് വെബ് എന്ന് പറയുന്നത്. ശരിക്കും നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഫോണിലോ മൊബൈലിലോ തിരഞ്ഞാൽ കിട്ടുന്ന എല്ലാ വെബ്സൈറ്റുകളും ഈ സർഫസിലുള്ള ഈ വെബ്സൈറ്റുകൾ, ഈ ശൃംഖലയിൽ മാത്രമേ നിങ്ങൾക്ക് ആക്സസ് ഉള്ളൂ. ശരിക്കും ആ ശൃംഖല എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ വെറും 5% എന്ന് പറഞ്ഞാൽ 95% ഈ ഇൻ്റർനെറ്റ് ശൃംഖലയിലുള്ള കമ്പ്യൂട്ടറുകളുമായിട്ടും അതിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങളും നിങ്ങൾക്ക് നേരിട്ട് എടുക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ കരുതും ഇതെന്തോ അധോലോകമാണ്. അല്ല, ശരിക്കും അങ്ങനെ ഒരു നേരിട്ടെടുക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡേറ്റയും ഈ സർഫസ് വെബിലുണ്ട്. എന്താണ് ഇതിന് താഴെയുള്ള ഡീപ്പ് വെബിലുള്ളത്? ഈ ഡീപ്പ് വെബിലുള്ളത് നിങ്ങളുടെ സ്വകാര്യ രേഖകളാണ്. അതായത് നിങ്ങളുടെ ജിമെയിൽ ആവാം, നിങ്ങളുടെ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആവാം, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ അവരുടെ ഓഫീസിലുള്ള ഡേറ്റ ആയിരിക്കാം, നാഷണൽ സെക്യൂരിറ്റി ആയിരിക്കാം, എന്നു വേണ്ട സ്വകാര്യ വിവരങ്ങളുടെ വലിയൊരു ശൃംഖലയാണ് ഈ ഡീപ്പ് വെബിൽ ഉള്ളത്. ഈ ഡീപ്പ് വെബ് ഒരു നിയമവിരുദ്ധമായ കാര്യമല്ല. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചെങ്കിൽ അതിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്. കാരണം നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ അടുത്തുള്ള അയൽവക്കക്കാരൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതൊരു വലിയൊരു പോരായ്മയല്ലേ. അപ്പോൾ അത് സൂക്ഷിച്ച് വെച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങൾ ഒരു പാസ്വേഡ് അധിഷ്ഠിതമായ ഒരു ഓഥൻറ്റിക്കേഷനിലൂടെ കടന്നു പോകുന്നു. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഡേറ്റ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിങ് ഡീറ്റെയിൽസ് എടുക്കാം തീർച്ചയായിട്ടും. പക്ഷേ നിങ്ങളൊരു യൂസർ നെയിമും പാസ്വേഡും അതിന് കൊടുക്കണം. അപ്പോൾ അത്തരത്തിലുള്ള പാസ്വേഡുകളാൽ നിയന്ത്രിതമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഇൻ്റർനെറ്റിൻ്റെ ഏരിയയാണ് ഡീപ്പ് വെബ്. അതാണ് 95% ഇൻ്റർനെറ്റ്. അത് നിങ്ങൾക്ക് നേരിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇനി വളരെ ചെറിയൊരു ഭാഗമുണ്ട്. ഈ 95-ഉം നേരത്തെ പറഞ്ഞ ഏകദേശം 5-ഉം കഴിഞ്ഞ ഒരു 0.5% ഇൻ്റർനെറ്റിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അതിനെയാണ് ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇൻ്റർനെറ്റിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ഈ ഡാർക്ക് വെബ് പ്രവർത്തിക്കുന്നതിന് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആ ഡാർക്ക് വെബിലേക്ക് കയറുന്നതിനും ചെറിയ നിബന്ധനകളെന്ന് പറയാൻ കഴിയില്ല, ചില പ്രത്യേക ടൂളുകളുടെയൊക്കെ ആവശ്യകതയുണ്ട്. എന്താണെന്ന് ഞാൻ ഇനി വരാൻ പോകുന്ന സ്ലൈഡുകളിൽ വിശദമായിട്ട് പറയാം. പക്ഷേ ഡാർക്ക് വെബിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു അജ്ഞാതത്വമാണ് കിട്ടുന്നത്. അതായത് നിങ്ങൾക്കൊരു മുഖംമൂടിയാണ് ഡാർക്ക് വെബിൽ കിട്ടുന്നത്. ശരിക്കും നിങ്ങൾക്കൊരു മുഖംമൂടി ഇപ്പോൾ ഈ വ്യവസ്ഥയിൽ നിങ്ങൾക്കൊരു മുഖംമൂടി കിട്ടിയാൽ നിങ്ങൾ എന്തുമായിരിക്കും ചെയ്യുന്നത്? സാധാരണ മുഖംമൂടി കിട്ടിയ ആൾക്കാർ എന്തോ ചെയ്യും? അതായത് നിങ്ങൾക്കൊരു ഒരു സ്യൂട്ടുണ്ട്, ഒരു മുഖംമൂടിയുണ്ട്, നിങ്ങൾക്ക് നേരെ നോക്കി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വ്യക്തിയെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ചിലർക്ക് അത് വെച്ച് മോഷണങ്ങൾ നടത്താം, ബാങ്ക് കൊള്ളയടിക്കാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. പക്ഷേ അത് മാത്രമല്ല, നിങ്ങൾക്ക് അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാം. ഉദാഹരണത്തിന് എല്ലാ സൂപ്പർ ഹീറോകൾക്കും മുഖംമൂടി ഉണ്ടല്ലോ. ഇപ്പോൾ സൂപ്പർമാൻ ഒഴിച്ച് ഒരു പക്ഷേ സ്പൈഡർമാന് മുഖംമൂടിയുണ്ട്. അങ്ങനെ അത്തരത്തിൽ സൂപ്പർ ഹീറോകളും അല്ലെങ്കിൽ സമൂഹത്തിലെ വിസിൽ ബ്ലോവേഴ്സ്, അനീതിക്കെതിരെ പോരാടുന്നവർക്കും ഒക്കെ ഒരു പക്ഷേ മുഖംമൂടി വേണ്ടി വരും. അപ്പോൾ ഈ ഡാർക്ക് വെബ് ഒരു മുഖംമൂടിയാണ് തരുന്നതെങ്കിൽ ആ മുഖംമൂടി ഉപയോഗിക്കുന്നത് ഒരു പക്ഷേ ഉപയോഗിക്കുന്ന ആളുടെ വിവേകം പോലിരിക്കും. അപ്പോൾ നേരത്തെ റോസ് ഉൾബ്രക്സിൻ്റെ കഥ പറയുന്നത് പോലെ ഡാർക്ക് വെബിന് മറ്റൊരു വശങ്ങളുണ്ട്. ഈ ഡാർക്ക് വെബിൻ്റെ ഒരു പ്രതീക്ഷ എന്നുള്ള നിലയിൽ ഉദാഹരണത്തിന് നമുക്ക് മറ്റൊരു കഥയിലേക്ക് പോവാം. ഡാർക്ക് വെബിൻ്റെ മറ്റൊരു വശം അറിയാൻ വേണ്ടിയിട്ട്. സമീറ എന്നൊരു പെൺകുട്ടി, സമീറ ജീവിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലാണെന്ന് കരുതുക. അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടത്തിൻ്റെ പ്രശ്നങ്ങളും അവിടുത്തെ സാമൂഹ്യ പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് ഒരു തരത്തിൽ അറിവുള്ളതാണ്. അപ്പോൾ സമീറ ഒരു ആക്ടിവിസ്റ്റാണെന്ന് കരുതുക. അവൾ നിരന്തരം ഫേസ്ബുക്കിലും അവളുടെ ട്വിറ്റർ ഹാൻഡിലിനുമൊക്കെ
നല്ലതിനെതിരെ, അതായത് നല്ലതിന് വേണ്ടിയിട്ട് സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റുകളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കരുതുക. തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു രാജ്യത്ത് സമീറ ഗവൺമെൻറ്റിൻ്റെ ഒരു സർവൈലൻസിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അവളുടെ ഓരോ ഡിജിറ്റൽ ലോകത്തെ ഓരോ കാൽവെപ്പുകളും ഗവൺമെൻറ് തീർച്ചയായിട്ടും പിന്തുടരുന്നുണ്ടാവും. ഇതേപോലെ തന്നെ ഒരു പക്ഷേ നോർത്ത് കൊറിയയിൽ കിം എന്നൊരു കുട്ടിക്ക് ആ രാജ്യത്ത് നിന്ന് രക്ഷപ്പെടണം. ആ രാജ്യത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ഏതൊരു മാർഗവും ഗവൺമെൻറ് ഒരു കുമിഷ്ടി ഉപയോഗിച്ച് തടയും എന്നവർക്കറിയാം. വധശിക്ഷ വരെ കിട്ടാൻ പറ്റുന്ന ഒരു കുറ്റമാണ്. പക്ഷേ ഇവർ രണ്ടുപേർക്കും ഒരു ദിവസം ഒരു ആശയം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഇൻഫർമേഷൻ കിട്ടി ടോർ എന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ച്. ടോർ വെബ്സൈറ്റല്ല, അതൊരു ടൂളിനെ കുറിച്ച്. ഈ ടോർ ഉപയോഗിച്ച് അവർ ഡാർക്ക് വെബിൻ്റെ ലോകത്തേക്ക് കയറുന്നു. ഈ ഡാർക്ക് വെബിൻ്റെ ലോകത്തിൽ നമ്മളിപ്പോൾ കാണുന്ന ഇൻ്റർനെറ്റിലുള്ള അതേപോലെ തന്നെ ഒരു ലോകമുണ്ട്. അതായത് അവിടെ ഫേസ്ബുക്ക് പോലെ ചില ഗ്രൂപ്പുകളുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെബ്സൈറ്റുകളുണ്ട്. ധാരാളം സാമൂഹ്യ സന്നദ്ധ സംഘടനകളുടെ ഗ്രൂപ്പുകളുണ്ട്. അവിടെ ക്രിമിനൽ സ്വഭാവം മാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ സമീറയ്ക്കോ അല്ലെങ്കിൽ കിമ്മിനോ ഒരു സർക്കാരിൻ്റെ സർവൈലൻസ് ഏജൻസിയുടെ കണ്ണിൽ പെടാതെ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ആ സമയത്ത് ഡാർക്ക് വെബ് സഹായിക്കും. ഇത്തരത്തിലുള്ള ഞാനൊരു സാങ്കല്പിക കഥയാണ് ഇപ്പോൾ പറഞ്ഞതെങ്കിലും ഇത് ലോകത്താകമാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു പേര് ഈ എഡ്വേർഡ് സ്നോഡൻ്റെ ആയിരിക്കാം. അതായത് അമേരിക്കൻ ഗവൺമെൻറ് അവരുടെ ഇല്ലീഗലായി വ്യക്തികളുടെ വിവരങ്ങളും മറ്റും ചോർത്തുന്നതിനെക്കുറിച്ചും അത്തരത്തിലുള്ള NSAയുടെ പല ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തനങ്ങളെ പുറത്തു കൊണ്ടുവന്ന അവരുടെ തന്നെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു സ്നോഡൻ. അമേരിക്കയുടെ പല രാഷ്ട്രീയ വേട്ടയാടുകളൊക്കെ ഭയന്ന് അദ്ദേഹത്തിന് പലായനമൊക്കെ ചെയ്യേണ്ടി വന്നു. പക്ഷേ ഈ സ്നോഡനും പ്രധാനമായി ഉപയോഗിച്ചിരുന്നത് ഇത്തരത്തിലുള്ള അനോണിമസ് ആയിട്ടുള്ള ഡാർക്ക് വെബിലെ ചില പോംവഴികളായിരുന്നു, കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ലോകത്താകമാനമുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമൂഹ്യ പ്രവർത്തകർക്ക്, വിസിൽ ബ്ലോവേഴ്സ്, അവർക്കൊക്കെ ഉപയോഗിക്കാനുള്ള പല പ്ലാറ്റ്ഫോമുകളും ഡാർക്ക് വെബിൽ അവൈലബിൾ ആണ്. സെക്യൂർ ഡ്രോപ്പ് എന്നൊക്കെ പറയുന്ന പേരുള്ള ചില ഗ്രൂപ്പുകൾ ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ ഇതാണ് ഡാർക്ക് വെബിൻ്റെ മറ്റൊരു വശം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡാർക്ക് വെബിൻ്റെ ചില ഗുണങ്ങളും ചില ദോഷങ്ങളും ഒക്കെ പറഞ്ഞു. ഇനി കുറച്ചുകൂടെ എന്താണ് ഡാർക്ക് വെബ്, എങ്ങനെയാണ് അതിലേക്ക് പ്രവേശിക്കുന്നത്, അത് എന്തുകൊണ്ടാണ് ഡാർക്ക് വെബ് എല്ലാവർക്കും ഒരു അജ്ഞാതത്വം, അനോണിമസിറ്റി എങ്ങനെയാണ് തരുന്നതെന്ന് കൂടി നോക്കാം. അതായത് ഡാർക്ക് വെബ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റിൻ്റെ വളരെ ഒരു ചെറിയ ഒരു ഭാഗമാണ്. ഇതിലേക്ക് കയറണമെങ്കിൽ ഒരു വാതിൽ വേണം. അതാണ് ടോർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ടോർ എന്ന് പറഞ്ഞാൽ ദ ഒണിയൻ റൂട്ടർ എന്നാണ് പേര്. ആ പേരിൽ തന്നെ ഒരു ഒണിയനുണ്ട്. അതായത് ഒരു സവാള അല്ലെങ്കിൽ ഒരു ഉള്ളി നിങ്ങൾ സങ്കല്പിക്കുക. ഈ ഉള്ളിയുടെ നമ്മൾ തമാശക്ക് പറയില്ല, ഉള്ളി ഇങ്ങനെ തൊലി പൊളിക്കുന്നത് പോലെ അത് തീരില്ല. അതിങ്ങനെ നമുക്ക് കുറേ നേരം പൊളിച്ച് ഏറ്റവും അവസാനം ഒന്നും ഇല്ലാത്തൊരു സാധനം കിട്ടും. അതുപോലെയാണ് ഈ ടോർ വെച്ചുള്ള അല്ലെങ്കിൽ ടോർ അധിഷ്ഠിതമായിട്ടുള്ള ഈ ഡാർക്ക് വെബിലുള്ള ഡേറ്റയുടെ കൈമാറ്റം. നിങ്ങൾ സാധാരണഗതിയിൽ നിങ്ങളുടെ ഫോണിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ഫേസ്ബുക്കോ അത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഗൂഗിൾ പോലെ ഉള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനായി ഉപയോഗിക്കുന്നത് ഇന്ന വെബ്സൈറ്റ് എവിടെ ഉണ്ടെന്ന് തിരയാൻ വേണ്ടിയിട്ട്, ഈ ഗൂഗിളിൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ സർഫസ് വെബിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ 5% ലിസ്റ്റ് ഓഫ് എല്ലാ വെബ്സൈറ്റിൻ്റെയും അഡ്രസ്സും എല്ലാം അതിൻ്റെ ഉണ്ട്. ഒരു ലിസ്റ്റുണ്ട്. ഈ ലിസ്റ്റിൽ നിന്ന് എത്രയും വേഗം നിങ്ങൾ ചോദിച്ചതിൻ്റെ ഉത്തരം എടുത്തു കൊടുക്കുകയാണ് ഗൂഗിൾ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രശ്നം, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടുമെങ്കിലും നിങ്ങൾ ആ അഡ്രസ്സിൽ നേരിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫോണിൽ നിന്ന് ഫേസ്ബുക്കാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള ഫേസ്ബുക്ക് ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ, അത് ചിലപ്പോൾ തിരുവനന്തപുരത്തായിരിക്കാം, ചിലപ്പം ബോംബെയിലായിരിക്കാം, ആ കമ്പ്യൂട്ടറിലേക്ക് നിർദ്ദേശം പോകുന്നു. ആ കമ്പ്യൂട്ടറിൽ നിന്ന് നേരിട്ട് ആ വെബ് പേജ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ തെളിയുന്നു. ഇതാണ് വളരെ ലളിതമായി ഇൻ്റർനെറ്റിൽ നിങ്ങൾ ബ്രൗസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. പക്ഷേ ഈ ഒണിയൻ അല്ലെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ടോർ, ഇത് ഇത്തരത്തിലല്ല വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്നത്. അതായത് ഇത്തരത്തിലൊരു ഒരു ഫേസ്ബുക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ പെട്ടെന്ന് കിട്ടും. പക്ഷേ അതിൻ്റെ ഒരു ദോഷമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കെങ്കിലും നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഗവൺമെൻറ്റിൻ്റെ കണ്ണിലെ ഒരു കരടാണ്.
എന്ന് കരുതുക. നിങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ആ പോയ ഫേസ്ബുക്ക്, ആ പോയ വഴിയെല്ലാം കൃത്യമായിട്ട് ആരാണ് പോയതെന്ന് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സും എല്ലാം കിട്ടും. കാരണം ആ ഫേസ്ബുക്ക് സെർവറിലേക്ക് നിങ്ങളുടെ റിക്വസ്റ്റ് എത്തുമ്പോൾ തന്നെ അത് ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണെന്നുള്ള അഡ്രസ്സ് അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ട്രാക്ക് ചെയ്യാൻ. പക്ഷേ ഈ ടോർ അല്ലെ ഒണിയൻ റൂട്ടിങ്ങിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിക്വസ്റ്റ്, ഈ നിർദ്ദേശം ഒരിക്കലും നേരിട്ട് പോകുന്നില്ല. ഇപ്പോൾ ആ ഫേസ്ബുക്കിൻ്റെ പോലൊരു ഒരു വെബ്സൈറ്റാണ് നിങ്ങൾ ടോറിൽ എടുക്കുന്നതെങ്കിൽ അത് തൊട്ടപ്പുറത്തെ റൂമിലിരിക്കുന്ന കമ്പ്യൂട്ടറിലായിരിക്കും ചിലപ്പോൾ അതിൻ്റെ പ്രോഗ്രാം. എന്നാലും ഈ റിക്വസ്റ്റ് മനഃപൂർവ്വം പല രീതിയിൽ വഴിതിരിച്ചു വിടുന്നു. ഈ റിക്വസ്റ്റ് ചിലപ്പോൾ ആദ്യം പോകുന്ന അമേരിക്കയിലൊരു സെർവറിലായിരിക്കും, അത് കഴിഞ്ഞ് ഉഗാണ്ടയിലൊരു സെർവറിൽ പോയി അഫ്ഗാനിസ്ഥാൻ വഴി, ചൈന വഴി, ജപ്പാൻ വഴി തിരിച്ച് ചിലപ്പോൾ നിങ്ങളുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന അവസാനത്തെ കമ്പ്യൂട്ടറിലേക്ക് വരാം. അപ്പോൾ ഇത് പല രീതിയിൽ ഇൻ്റർനെറ്റിലിട്ട് വട്ടം കറക്കുകയും ഓരോ ട്രാൻസാക്ഷനിലും ഈ ഉള്ളിയുടെ തൊലി പൊളിക്കുന്നത് പോലെ ഓരോ വിവരങ്ങളുടെ ഒരു ഫേക്ക് വിവരങ്ങളെന്ന് വേണേൽ പറയാം, ഫേക്ക് എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റത്തില്ലെങ്കിലും മനഃപൂർവ്വം നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഓരോ റൂട്ടിങ്ങിലും ഓരോ തൊലി അല്ലെ ഓരോ എൻവലപ്പ് പൊളിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതൊരു പരിധിയിൽ കൂടുതൽ ഇങ്ങനെ റൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏജൻസിക്കും ഇത് ആർക്ക് ആരിനോട്ട് അയച്ചു എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. അത് കണ്ടുപിടിക്കണമെങ്കിൽ, കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നല്ല, കണ്ടുപിടിക്കണമെങ്കിൽ ധാരാളം കമ്പ്യൂട്ടിംഗ് പവർ വേണം. ഇതിൻ്റെ എല്ലാം കോമ്പിനേഷനൊക്കെ നോക്കി അതിൻ്റെ റൂട്ടിംഗ് ഒക്കെ മനസ്സിലാക്കാൻ. അത് മാത്രമല്ല, ഇത് കംപ്ലീറ്റ്ലി എൻക്രിപ്റ്റഡ് എന്ന് പറയും. അത് ആർക്കും തുറന്നു നോക്കാൻ കഴിയാത്ത രീതിയിൽ അതിനെ മാറ്റിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ഡാർക്ക് വെബിനെയും സാധാരണ വെബിനെയും മാറ്റി നിർത്തുന്ന പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റലിലുള്ള പ്രവർത്തനം. നിങ്ങൾ VPN എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. മിക്കവാറും സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യണമെങ്കിൽ VPN വേണം. VPN ഇതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ്. VPN വിവരങ്ങൾ നിങ്ങൾ മറ്റൊരു ഒരു ഏജൻസിക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണം ഈ VPN മനഃപൂർവ്വമായിട്ട് കുറച്ച് സെർവറുകളിലൊക്കെ കയറ്റിയിട്ടാണ് യഥാർത്ഥ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ ടോർ ഇത് ഏതെങ്കിലും കൊള്ള സംഘടനകളോ മാഫിയൊക്കെ കണ്ടുപിടിച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഇത് കണ്ടുപിടിച്ച US നേവിയാണ്. കാരണം ഇൻ്റർനെറ്റൊക്കെ പ്രാബല്യത്തിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ രാജ്യങ്ങൾക്കും പ്രധാനപ്പെട്ട അമേരിക്കയ്ക്കും മനസ്സിലായി ഇത് ഞങ്ങൾ ചെയ്യുന്നത്, നമ്മൾ മറ്റൊരാളെ ട്രാക്ക് ചെയ്യുന്ന പോലെ മറ്റൊരാൾക്ക് ഞങ്ങളെയും ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ വളരെ സേഫായിട്ട് സുരക്ഷിതമായിട്ട് അവരുടെ ഉദ്യോഗസ്ഥർക്ക് വിവരങ്ങൾ കൈമാറ്റം ചെയ്യാനും മറ്റുമായി തുടങ്ങിയ ഒരു ആപ്ലിക്കേഷനാണ് ടോർ എന്ന് പറഞ്ഞത്. അത് നേവിയുടെ ആയിരുന്നു. പിന്നീട് ഒരു ഡ്രമാറ്റിക്കായിട്ടുള്ള നാടകീയമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവ വികാസങ്ങളോടുകൂടി ഒരു 10-15 വർഷത്തിന് ശേഷം പബ്ലിക്കിന് ടോർ തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് പബ്ലിക്കിൻ്റെ കയ്യിലേക്ക് ടോർ വരുന്നത്. പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ നിങ്ങളുടെ ചോദ്യം അത് നിയമവിധേയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡാർക്ക് വെബ് നിയമവിധേയമാണ്. പക്ഷേ ഡാർക്ക് വെബിനുള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും അതിൻ്റെ നിയമസാധ്യത. അപ്പോൾ ടോർ റൂട്ടിങ് ഏകദേശം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിൻ്റെ കയ്യിലേക്ക് ഒരു കത്ത് അയക്കണം. പക്ഷേ ഇത് നിങ്ങൾക്ക് നേരിട്ട് കൊണ്ട് കൊടുക്കാൻ പറ്റില്ല, കുറച്ച് ആൾക്കാരുടെ കയ്യിലൊക്കെ കൊടുത്തു വിട്ടിട്ടേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സാധാരണഗതിയിൽ വളരെ സിമ്പിളായിട്ട് ചിന്തിക്കാവുന്ന കാര്യം തന്നെയാണ് ടോർ ചെയ്യുന്നത്. ആദ്യം നിങ്ങളുടെ കത്തെടുക്കും, അത് വേറൊരു കവറിനകത്തിടും, അതിൻ്റെ മുകളിൽ വേറൊരു അഡ്രസ്സ് എഴുതും, അത് വേറൊരു കവറിനകത്തിടും, അതിൻ്റെ മുകളിൽ വേറൊരു അഡ്രസ്സ് എഴുതും, അത് വേറൊരു അങ്ങനെ കുറേ കവറിനകത്തിട്ട് പല അഡ്രസ്സുകൾ വെച്ചെന്ന് വെച്ചു. എന്നിട്ട് നിങ്ങൾ പോസ്റ്റ്മാന് ആ കത്ത് കൈമാറും ചെയ്തു. ഈ പോസ്റ്റ്മാൻ ഈ കത്തിലെ അഡ്രസ്സിലേക്ക് വിവരങ്ങൾ കൊടുക്കും. അത് മറ്റൊരു പോസ്റ്റ്മാനായിരിക്കും. ആ പോസ്റ്റ്മാൻ അപ്പോൾ പോസ്റ്റ്മാൻ കൊടുക്കുമ്പോൾ അയാൾ ആദ്യത്തെ കവർ കീറിയിട്ട് അതിനകത്തുള്ള കവർ എടുത്തു എന്ന് വെച്ചു. ഒരു പോസ്റ്റ്മാനും എല്ലാ കവറും തുറന്നു നോക്കരുത്, ആ ചോദ്യം നിഷേധിച്ചിരിക്കുന്നു അല്ലെ നിരോധിച്ചിരിക്കുന്നു. പക്ഷേ അപ്പോൾ ഓരോ പോസ്റ്റ്മാനും ആ അവസാനത്തെ ആ പോസ്റ്റ് കാർഡ് അല്ലെങ്കിൽ ആ ലെറ്റർ ബോക്സ് മാത്രമേ തുറക്കുന്നുള്ളൂ കരുതുക. എന്നിട്ട് അവസാനം കറങ്ങി തിരിഞ്ഞ് ഇത് ആരുടെ കയ്യിലാണോ എത്തേണ്ടത് അവിടെ എത്തുന്നു. ഇപ്പോൾ ഈ പോസ്റ്റ്മാൻമാരെ എല്ലാം വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആർക്കും പറയാൻ പറ്റത്തില്ല ഇത് ആരാണ് അയച്ചതെന്ന് ആദ്യത്തെ പോസ്റ്റ്മാന് പറയാൻ പറ്റും, ആർക്കാണ് അയച്ചതെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ തിരിച്ചും ഇത്തരത്തിലുള്ള റൂട്ടിംഗ് ആണ് ടോർ അല്ലെങ്കിൽ ഡാർക്ക് വെബിൽ നടക്കുന്നത്. അതാണ് നിങ്ങൾക്കൊരു അജ്ഞാതത്വം നൽകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പക്ഷേ ഡാർക്ക് വെബ് ഒക്കെ ഉപയോഗിക്കുന്നത് ക്രിമിനൽസ് മാത്രമായിരിക്കത്തില്ല, ഇത്തരത്തിലുള്ള പല ജേർണലിസ്റ്റുകളിലും ഒക്കെ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. അപ്പോൾ ഞാൻ അത് ഉപയോഗിക്കാൻ ആരെയും സജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യവശാൽ നിങ്ങൾ ടോർ ഉപയോഗിക്കുക, നിങ്ങൾക്ക് ഡാർക്ക് വെബിലേക്ക് ഇത്തരത്തിൽ ഒന്ന് അനോണിമസ് ആയിട്ട് കയറണം ഒരു ഗുഡ് കോസിന് വേണ്ടി എന്ന് വെച്ചാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? ഒന്നാമത്തെ കാര്യം, ഡാർക്ക് വെബിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും കൊട്ടേഷൻ കിട്ടുമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വാടക കൊലയാളികൾ വരുമെന്നോ അങ്ങനെയൊന്നും അല്ല.
ഡാർക്ക് വെബിലെ ഏറ്റവും വലിയ ചലഞ്ച് ഇപ്പോഴും നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇല്ലീഗൽ വെബ്സൈറ്റിൽ പോയി വല്ല മയക്കുമരുന്നും എല്ലാം ഓർഡർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഡാർക്ക് വെബിൽ ഒരു തമാശയ്ക്ക് കയറുമ്പോൾ ടോർ വഴി കയറി എവിടെയെങ്കിലും ഒരു ഇതിൽ പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടൊരു പ്രോഗ്രാം നിങ്ങളുടെ അറിവില്ലാതെ ഡൗൺലോഡ് ആവാൻ സാധ്യതയും നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റ മുഴുവൻ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നിങ്ങൾ തമാശയ്ക്ക് ആണെങ്കിൽ പോലും ഇത് എപ്പോഴെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഒരു തരത്തിലുള്ള വ്യക്തി വിവരങ്ങളും അവിടെ മെൻഷൻ ചെയ്യാനിരിക്കുക. നിങ്ങൾ ഉള്ളത് ഒരു മുഖംമൂടികളുടെ നാട്ടിലാണ് നിങ്ങളും ഒരു മുഖംമൂടി എടുത്തണിയുക. ഒരു തരത്തിലുള്ള വ്യക്തി വിവരങ്ങളും അവിടെ കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളും ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ടോർ പൊതുവേ സുരക്ഷിതമാണ്. ഇനി ഡാർക്ക് വെബ് അല്ല, നിങ്ങളുടെ സാധാരണ വെബ്സൈറ്റ് ബ്രൗസിങ്ങിലുള്ള ചില കാര്യങ്ങളിലൂടെ പറഞ്ഞ് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. എന്തൊക്കെയാണ് നിങ്ങളൊരു പേഴ്സണൽ ഒരു സേഫ് ഇൻ്റർനെറ്റ് ബ്രൗസിങ്ങിന് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? അതിന് വളരെ സിമ്പിളായിട്ട് ആദ്യമേ പറയാനുള്ളത് ശക്തമായ ഒരു പാസ്വേഡ് തന്നെയാണ്. പാസ്വേഡാണ് എപ്പോഴും അതിൻ്റെ ഒരു ഫസ്റ്റ് ലെവൽ സെക്യൂരിറ്റി. പക്ഷേ ഇപ്പോഴുള്ള ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ മിക്കവാറും എല്ലാ ആപ്ലിക്കേഷനിലും ബാങ്കിങ് നെറ്റ്വർക്കിലും 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അവർ ചോദിക്കുന്നുണ്ട്. 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഗിനല്ല 2 തവണ ഉറപ്പിച്ചതിന് ശേഷം ലോഗിൻ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ പാസ്വേഡ് അടിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മൊബൈലിലോ വാട്സാപ്പിലോ അല്ലെങ്കിൽ ജിമെയിലിലോ ഒരു OTP കൂടെ എൻ്റർ ചെയ്യാൻ ചെയ്യും. അപ്പോൾ ഇത് നിങ്ങളുടെ ബാങ്കിങ് സേവനങ്ങളിലോ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ എനേബിൾ ചെയ്യുക. ഒരു 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എപ്പോഴും ഇത് ചെയ്യുക. കാരണം പാസ്വേഡ് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. OTP നിങ്ങളുടെ ഹാൻഡ് ഹെൽഡ് ഡിവൈസിൽ ഇരിക്കുന്നതുകൊണ്ട് അത്തരത്തിലുള്ള 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ചെയ്യുക. പിന്നെ ഈ ഫിഷിംഗ് തട്ടിപ്പുകളെന്ന് പറയാം, അതായത് ലോട്ടറി അടിച്ചു ഇത് അങ്ങനെ കുറേ മെയിലുകളൊക്കെ വരും. അത്തരത്തിലുള്ള ഒരു സാധനത്തിനും ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഒരു ചെറിയൊരു ക്ലിക്കോ അല്ലെങ്കിൽ ഒരു വിസിറ്റോ കൊണ്ട് തന്നെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളൊരു വെബ്സൈറ്റിലേക്ക് ഒരു ആക്സസ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചില കാര്യങ്ങളൊക്കെ ഡൗൺലോഡൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സംശയമുള്ള ഒരിടത്തും പോകാതിരിക്കുക. പിന്നെ കൃത്യമായി നിങ്ങളുടെ സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്യുക. പലർക്കും മടിയുള്ളൊരു കാര്യമാണ്, ഒരു ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുതിയൊരു OS വന്നു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യത്തില്ല. പക്ഷേ ഏറ്റവും പുതിയ തട്ടിപ്പുകൾക്കുള്ള പരിഹാരങ്ങൾ ഈ സോഫ്റ്റ്വെയറിലായിരിക്കും ഉള്ളത്. അതുപോലെ തന്നെ ഉള്ളതാണ് നമ്മൾ ഒരു ആപ്പ്. ഇപ്പോൾ എനിക്കറിയത്തില്ല, പല ആപ്പുകളും ഇപ്പോൾ ഒരു ക്യാമറ ആപ്പ് ഇപ്പം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചോദിക്കും, ഞാൻ നിങ്ങളുടെ ഫോണും നിങ്ങളുടെ മെസ്സേജും കൈകാര്യം ചെയ്തോട്ടെ. എന്തിനാണ് ഒരു ക്യാമറ ആപ്പിന് ഫോണും മെസ്സേജും കൈകാര്യം? ഞാൻ പറയുന്നത് എല്ലാ ആപ്പുകൾക്കും അല്ല. ഇങ്ങനെ പല ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ നിങ്ങൾ വളരെ അശ്രദ്ധ മൂലം നിങ്ങളിങ്ങനെ ഓക്കെ അടിച്ച് വിടും. പക്ഷേ ഒരു ടോർച്ച് തെളിയിക്കുന്ന ഒരു ആപ്പിന് നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങളുടെ അഡ്രസ് ബുക്കും ഒന്നും ആക്സസ് ചെയ്യേണ്ട ഒരു കാര്യവും അതിനില്ല. അങ്ങനെ ആക്സസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ദുരുദ്ദേശം അങ്ങനെ വഴിയുള്ളൂ. കാരണം നിങ്ങളുടെ OTP വായിക്കാം, നിങ്ങളുടെ മൊബൈലിൽ വരുന്ന എന്ത് കാര്യങ്ങളും അതിന് പരിശോധിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സശ്രദ്ധം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. പിന്നെ മൂന്നാമത്തെ കാര്യം, എവിടെയും എല്ലായിടത്തും ഇപ്പോൾ വൈഫൈയും മറ്റു കാര്യങ്ങളും വരുന്ന സമയമാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും ഫ്രീ വൈഫൈ കണ്ടു കഴിഞ്ഞാൽ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഫ്രീ വൈഫൈയിൽ നിങ്ങളുടെ എല്ലാ ഡേറ്റകളും ചിലപ്പോൾ ചോർന്നേക്കാം. ഓതൻറ്റിക് ആയിട്ടുള്ള പ്ലേസുകളിൽ മാത്രം അത് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് എയർപോർട്ടിലൊക്കെ വളരെ ഓതൻറ്റിക്കേറ്റ് ആയിട്ട് അതൊക്കെ ഉപയോഗിക്കുക. എൻ്റെ സ്ലൈഡ് ഏകദേശം കഴിയാറായി. അപ്പോൾ ഒരു ചോദ്യം ഞാൻ ആദ്യം ബാക്കി വെച്ചിരുന്നു, അതുകൂടെ പറഞ്ഞ് തീർത്തേക്കാം. ഇത്രയും അനോണിമസിറ്റി ഉള്ള ഡാർക്ക് വെബിൽ പക്ഷേ ഇപ്പോഴും ഇത്തരത്തിലുള്ള സിൽക്ക് റോഡിൻ്റെ സ്ഥാപനം അവരൊക്കെ വീണ്ടും പിടിക്കപ്പെടാനുള്ള കാരണം എന്താണ്? അപ്പോൾ ഡാർക്ക് വെബിൽ ഈ പറഞ്ഞ ഈ അനോണിമസിറ്റി ഒന്നും ഇല്ലേ? ശരിക്കും ഡാർക്ക് വെബ് തീർത്തും അനോണിമസ് ആണ്. ഇപ്പോഴും ഡാർക്ക് വെബിൽ നിങ്ങളുടെ എന്തെങ്കിലും ഉള്ളൊരു പ്രവർത്തനങ്ങൾ പോലീസിനോ മറ്റധികാരികൾക്കോ കണ്ടെത്താൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഇത്തരത്തിലുള്ള മൂവാറ്റുപുഴയിലുള്ള കേസിലും ഈ സിൽക്ക് റോഡിൻ്റെ കേസിലും സാധാരണഗതിയിൽ സംഭവിക്കുന്നത് വളരെ ചെറിയൊരു പിഴവായിരിക്കും. എല്ലാ കുറ്റവാളികളും ചെറിയൊരു തെളിവ് അവശേഷിപ്പിക്കുന്നത് പോലെ ഈ സിൽക്ക് റോഡിൻ്റെ കാര്യത്തിൽ അതുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ സിൽക്ക് ബോർഡ് 2011 ഇദ്ദേഹം വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത്
ഒരു പബ്ലിക് ഫോറത്തിൽ ഈ സിൽക്ക് റോഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അയാൾ ഒരിക്കൽ അയാളുടെ സ്വന്തം ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഈ സിൽക്ക് റോഡ് എന്ന് പറയുന്ന ഈ സാമ്രാജ്യം ഡാർക്ക് വെബിൽ വളർന്നു വരുന്നത് കണ്ട FBI-യുടെ ഒരു ടീം ഇതിൻ്റെ പുറകെയും ഉണ്ടായിരുന്നു. എന്തൊക്കെ ഡീറ്റെയിൽസ് തപ്പണമെന്ന് അവർക്കും അറിയത്തില്ല. അവരിങ്ങനെ കടലിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വെബ്സൈറ്റിനെ ആരൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ, ആരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ചുമ്മാ ഒരു അന്വേഷണം നടത്തിയത്. അപ്പോൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തുകയും പിന്നീട് അവരെങ്ങനെ ഈ ചെറുപ്പക്കാരൻ തന്നെയാണോ ഇതിൻ്റെ ഉടമസ്ഥൻ എങ്ങനെ അറിയുന്നത്? കാരണം അയാൾ കംപ്ലീറ്റ്ലി വേറൊരു വ്യക്തിയാണ് ഡാർക്ക് വെബിൽ. പിന്നെ അവർ ചെയ്യുന്നത് ഒരേ സമയത്താണോ ഇതൊക്കെ ഉപയോഗിക്കുന്നതെന്ന് നോക്കുകയാണ്. അതായത് ആ ചെറുപ്പക്കാരൻ്റെ പ്രൈവറ്റ് ജിമെയിൽ ID ആക്റ്റീവ് ആയിരിക്കുന്ന അതേ സമയം തന്നെയാണോ അയാളുടെ ഡാർക്ക് വെബിൽ. അപ്പോൾ ഒരു സാധ്യതയാണ് ഒരേ ആളാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ലൈബ്രറി വെച്ചിട്ട് അയാളെ കീഴ്പ്പെടുത്താൻ നേരത്ത് അയാൾക്ക് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ആ ലാപ്ടോപ്പ് FBI തട്ടിപ്പറിച്ചത്. കാരണം അയാളത് പാസ്വേഡ് ലോക്ക് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ തെളിവുകളും നഷ്ടപ്പെടും. അയാളെ ഒരു തരത്തിൽ കേസിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവരാദ്യം ആ ലാപ്ടോപ്പ് എടുത്തു മാറ്റി. അയാൾ റെഡ് ഹാൻഡഡ് ആയിട്ടാണ് പിടിച്ചതുകൊണ്ട് അയാളിപ്പോഴും ജയിലിലാണ്. കുറ്റങ്ങളൊക്കെ തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ഡാർക്ക് വെബിൽ നിങ്ങളൊരു തമാശയ്ക്ക് കയറുന്ന സമയത്തായിരിക്കും അവിടെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടക്കുന്നത്. പോലീസ് എല്ലാവരെയും വെച്ചൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾ സന്ദർഭവശാൽ അവിടെ ഉണ്ടായിരുന്നതിലും ചിലപ്പോൾ ഒരു സർവൈലൻസ് പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു തമാശയ്ക്ക് എടുത്താൽ മതി. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം എന്ന് മാത്രമേ കരുതിയുള്ളൂ. നന്ദി, നമസ്കാരം.